നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. KTGA തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫിനെ ആദരിച്ചു. മലങ്കര ഡാമിൽ ഷട്ടറിന്റെ പണി നടക്കുന്നതിനാൽ നിരവധി പഞ്ചായത്തുകളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്ന് മെമ്പർമാർ അറിയിച്ചു. ഹൈറേഞ്ച് NSS യൂണിയന് കീഴിലുള്ള ചെമ്പകപ്പാറ കരയോഗ മന്ദിരത്തിൽ നിരോധിത ലഹരി വസ്തുക്കൾ സൂക്ഷിച്ച വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിർമ്മാണം പൂർത്തിയായ റോഡ് വാട്ടർ അതോറിറ്റി പൊളിച്ചതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് റോഡ് കോൺക്രീറ്റ് ചെയ്തത് കനത്ത മഴയിൽ. ഇടുക്കി ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അസ്മിത ഖേലോ ഇന്ത്യ വനിതാ സിറ്റി ലീഗ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. KTGA തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫിനെ ആദരിച്ചു. മേഖലാ പ്രസിഡന്റ് അനസ് പി അസീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം MLA ഉദ്ഘാടനം ചെയ്തു. മഴക്കാല കെടുതികൾക്ക് താങ്ങാകാൻ KTGA രൂപീകരിച്ച വോളണ്ടിയർ ടീം ഫ്ളാഗ് ഓഫും ഇതോടനുബന്ധിച്ച് നടന്നു. അബു ജോൺ ജോസഫ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. KTGA തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫിനെ ആദരിച്ചു. മേഖലാ പ്രസിഡന്റ് അനസ് പി അസീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നൂറുകണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഇതുപോലെ നികുതി പൂർണ്ണമായിട്ടും ഒഴിവാക്കി ചെയ്യുന്നത് ഈ നാട്ടിലെ മറ്റ് ഓരോ പ്രോപ്പർ ചാനലിൽ കൂടെ ബിസിനസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെയാണ്. അത് നമ്മൾ തടയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ അതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ വിമർശനങ്ങളൊക്കെ വരും. പക്ഷേ വിമർശനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ്, ഞാൻ രാഷ്ട്രീയം പറയുമല്ല, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഒരു സവിശേഷത എന്ന് കരുതുന്നത് ശരിയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയും, അത് ചെയ്യും. അത് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ അതിനൊരു മനക്കെട്ടിയും ധൈര്യവും വേണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ ജെനുവിൻ ആണെങ്കിൽ ഇനി മുന്നോട്ട് ആ രീതിയിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. വസ്ത്രവ്യാപാര മേഖല നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. വസ്ത്രവ്യാപാരികൾ നേരിടുന്ന വഴിയോര കച്ചവടം, സ്കൂൾ യൂണിഫോം തുടങ്ങിയ വിഷയങ്ങളിൽ പരിപൂർണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളാണ് വസ്ത്രവ്യാപാരികളെന്നും അവരുടെ നിലനിൽപ്പ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പരമപ്രധാനമായ വിഷയമാണെന്നും അബു ജോൺ ജോസഫ് MLA അഭിപ്രായപ്പെട്ടു. മഴക്കാലം കനത്ത നാശം വിതച്ച് കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ കടകളിൽ വെള്ളം കയറുക പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഓടിയെത്തുവാൻ KTGA മേഖലാ കമ്മിറ്റി 25 അംഗ വോളണ്ടിയർ ടീം രൂപീകരിച്ചു. തീരെ ചെറിയ സ്ക്വയർ ഫീറ്റിലുള്ള കടയിൽ പോലും മിനിമം 10 ലക്ഷം രൂപയുടെ സ്റ്റോക്കുള്ള വസ്ത്രവ്യാപാരികൾക്ക് കൈത്താങ്ങാകുവാൻ രൂപീകരിച്ച ടീമിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ടീം ക്യാപ്റ്റൻ അനസ് പി അസീസിന് ഫ്ളാഗ് കൈമാറിക്കൊണ്ട് MLA നിർവഹിച്ചു. മേഖലാ രക്ഷാധികാരി VA റിയാസ്, മുൻ മേഖലാ പ്രസിഡന്റുമാരായ അബ്ദുൾ CK ഷെരീഫ്, റോബിൻസ് സെബാസ്റ്റ്യൻ, PA അഫ്സൽ, സുനിൽ അഗസ്റ്റിൻ, അൻവർ സാദത്ത്, C സജിറത്ത്, S അനിൽ, MK നാരായണപിള്ള, ഫാരിഷ ഷാജഹാൻ, ഷെനു ലിവാന എന്നിവർ ആശംസകൾ നേർന്നു. സംഘടന ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് റെന്നി തോമസ് സ്വാഗതം ആശംസിക്കുകയും മേഖലാ വൈസ് പ്രസിഡന്റ് TK മുജീബ് നന്ദി പറയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മലങ്കര ഡാമിൽ ഷട്ടറിന്റെ പണി നടക്കുന്നതിനാൽ നിരവധി പഞ്ചായത്തുകളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. മുട്ടം, കരിങ്കുന്നം, ആലക്കോട്, ഇടവെട്ടി, കുടയത്തൂർ പഞ്ചായത്തുകളാണ് ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്നവരിൽ കൂടുതലും. ഇവരിൽ പലരും ഇപ്പോൾ കയ്യിൽ നിന്ന് പൈസ മുടക്കി വെള്ളം വാങ്ങിക്കേണ്ട ഗതികേടിലാണ്. അതിനാൽ ഈ പ്രദേശങ്ങളിലെ ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചിഞ്ചു റോജിൻ, മുട്ടം പഞ്ചായത്ത് മെമ്പർമാരായ MA ബഷീർ, വിഷ്ണു സജി, ശ്രീജ ശ്രീജി എന്നിവർ അറിയിച്ചു. 3-ാം തീയതി മലങ്കര ഡാമിൽ നടക്കുന്ന ഷട്ടറിന്റെ പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്. പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടും പണി പൂർത്തീകരിക്കാതിരുന്നതിനാൽ
ജനപ്രതിനിധികൾ ചേർന്ന് കാര്യം തിരക്കുകയും പണി എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ചയ്ക്കകം പണി പൂർത്തീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മലങ്കര ഡാമിൻ്റെ ഷട്ടറിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് മുട്ടം ഉൾപ്പെടെയുള്ള വിവിധ പഞ്ചായത്തുകളിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന കാര്യം MBPയുടെ അധികൃതർ നമ്മൾ പറഞ്ഞത് വരുന്ന 3-ാം തീയതി പണി പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. 3-ാം തീയതി ആയിട്ടും പണി പൂർത്തീകരിക്കാത്തതിനാൽ ഈ വാർഡിലെ ജനപ്രതിനിധികളും മറ്റ് ജനപ്രതിനിധികളെല്ലാം കൂടി കഴിഞ്ഞ ദിവസം 3-ാം തീയതിക്ക് ശേഷം MBP അധികൃതർക്ക് പോയി 3-ാം തീയതി പണി പൂർത്തീകരിക്കാത്തതിന് കാരണം ചോദിക്കുകയും അത് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം ആവശ്യപ്പെട്ട് നിവേദനം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അടുത്ത ദിവസം വരുന്ന വെള്ളിയാഴ്ചയ്ക്കകം പണികൾ പൂർത്തീകരിച്ച് ഈ വെള്ളത്തിൻ്റെ വിഷയം പരിഹരിക്കാമെന്ന് ഉറപ്പ് നമ്മോട് ബന്ധപ്പെട്ട അധികാരം നൽകിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ വളരെ മോശമാണ്. ഈ ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് എത്രയോ ആളുകൾ കൂലിപ്പണിക്കാരാളുകൾ കയ്യിൽ നിന്ന് കാശം മുടക്കി വെള്ളം മേടിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്തരം അവസ്ഥകൾ ഇനി ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകൾ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുണ്ടാകണമെന്ന് മാത്രം പറയും. മുട്ടം, കരിങ്കുന്നം, ആലക്കോട്, ഇടവെട്ടി, കൊടിയത്തൂർ പഞ്ചായത്തുകളാണ് ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്നവരിൽ കൂടുതലും. ഇവരിൽ പലരും ഇപ്പോൾ കയ്യിൽ നിന്നും പൈസ മുടക്കി വെള്ളം വാങ്ങിക്കേണ്ട ഗതികേടിലാണ്. അതിനാൽ ഈ പ്രദേശങ്ങളിലെ ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വളരെ വേഗം തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എത്രയും വേഗം ആ നിർദ്ദേശം പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചിഞ്ചു റോജിൻ, മുട്ടം പഞ്ചായത്ത് മെമ്പർമാരായ MA ബഷീർ, വിഷ്ണു സജി, ശ്രീജി എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഹൈറേഞ്ച് NSS യൂണിയന്റെ കീഴിലുള്ള ചെമ്പകപ്പാറ കരയോഗ മന്ദിരത്തിൽ നിരോധിത ലഹരി വസ്തുക്കൾ സൂക്ഷിച്ച വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംഭവം ആശങ്കപ്പെടുത്തുന്നതാണെന്നും കരയോഗ മന്ദിരങ്ങളെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിനുള്ള കേന്ദ്രമായി ഉപയോഗിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളെ തികഞ്ഞ ജാഗ്രതയോടെ നേരിടുമെന്നും അവർ വ്യക്തമാക്കി. ഹൈറേഞ്ച് NSS യൂണിയന് കീഴിലുള്ള ചെമ്പകപ്പാറ കരയോഗ മന്ദിരത്തിൽ നിരോധിത ലഹരി വസ്തുക്കൾ സൂക്ഷിച്ച വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ, യൂണിയൻ ഭാരവാഹികൾ, കരയോഗം ഭാരവാഹികൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ കരയോഗം കഴിഞ്ഞ 4 വർഷമായി സംഘടനാ വിരുദ്ധ ശക്തികളുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്ന് ഇവർ കുറ്റപ്പെടുത്തി. മണിക്കൂടൻ നിയമിച്ച ആ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഓടി ഒന്ന് കയറിയത്. ഈ ചാക്കേട്ടെടുത്ത് ആദ്യം ഇതിനകത്ത് ഒളിപ്പിക്കാൻ ശ്രമിച്ച് വാതകം കിടക്കുന്നത് കൊണ്ട് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി റോഡ് തൊട്ടപ്പുറത്തൊരു ഏലക്കാട് അതിനങ്ങോട്ട് വലിച്ചെറിഞ്ഞു. പക്ഷെ ഒട്ടും ദൂരേക്കൊന്നും പോയില്ല. ഞങ്ങളുടെ ആൾക്കാർ പുറത്തേക്കുണ്ട്. അവരിത് കണ്ടു. അപ്പോൾ എന്തോ കളഞ്ഞു. ഞങ്ങളുടെ സ്ത്രീകൾ കണ്ടു. പക്ഷെ അവർക്ക് ഇത് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ പുറത്തുനിന്ന് ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ സഹപ്രവർത്തകർ കണ്ടിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഇത് അവനെന്തോ എടുത്ത് കളഞ്ഞു എന്ന്. ഇതിനിടയ്ക്ക് പോലീസ് വരികയും ഈ തർക്കത്തിൽ അല്പം അങ്ങോട്ട് ചർച്ചകളൊക്കെ പോയപ്പോൾ അല്പം നേരത്തിന് ശ്രദ്ധ അങ്ങ് മാറിപ്പോയി. എങ്കിലും ഇത് ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളുടെ ആൾക്കാരെ വിട്ട് എടുപ്പിച്ച് ആ സാധനം കൊണ്ടുവന്ന് പോലീസിൻ്റെ മുന്നിൽ വെച്ച് തുറന്നു നോക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് അറിയില്ല അത് എന്താണെന്ന്. സംശയത്തിൽ ഞങ്ങൾ പുറത്തെടുത്താൽ നിറച്ച് ഒരു അരച്ചാക്ക് പ്ലാസ്റ്റിക് മുഴുവൻ വിപ്പലിക്ക് വെച്ച ഹാൻസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാൻസ് പിടികൂടി എന്ന് മാത്രമല്ല, അത് ഒരു NSS കരയോഗ മന്ദിരത്തിൽ നിന്നും ഹാൻസ് പിടികൂടി എന്ന് പറയുമ്പോൾ NSS കരയോഗ മന്ദിരങ്ങളെ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്. ഞങ്ങളേറെ വേദനിപ്പിച്ചതും അതുതന്നെ. ഒരു വശത്ത് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി NSS കരയോഗം താലൂക്ക് യൂണിയൻ ഓഫീസിനെ കുറെ കാലം ഉപയോഗിച്ചു. ഇപ്പോൾ NSSന്റെ തന്നെ പത്മനാഭപുരം എന്ന് പറയുന്ന കെട്ടിടത്തിൽ ഇരുന്നു കൊണ്ട് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം കോപ്പ് കൂട്ടുന്നു. അതോടൊപ്പം കരയോഗ മന്ദിരങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്ത് തരത്തിലുള്ള സംഘടനാ പ്രവർത്തനമാണ്? ഒരുപക്ഷെ ഇതൊക്കെ NSSൽ നടക്കുകയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ NSS ജനറൽ സെക്രട്ടറിയുടെ അറിവോടുകൂടി നടക്കില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം NSS ജനറൽ സെക്രട്ടറിയുടെ ഇത്രയും അതൃപ്തി ഉണ്ടായത്. അപ്പോൾ ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഈ വിഷയത്തിൽ NSSന്റെ നിലപാട്, NSSന്റെ കരയോഗ മന്ദിരങ്ങൾ നായർ സമുദായങ്ങളുടെ സംഘടനാ ശാക്തീകരണത്തിനും അവരുടെ വിദ്യാഭ്യാസപരമായ ഭൗതികമായ വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ സാംസ്കാരികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അല്ലാതെ അവിടെ ലഹരി കൊണ്ട് സംഭരിക്കുവാനും അവർക്ക് വിൽപ്പന നടത്തുവാനുമുള്ള ഒരു ഒളിസങ്കേതമായിട്ട് നമ്മളിത് കാണാൻ പാടില്ല. കരയോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി കരയോഗ മന്ദിരത്തിൽ എത്തിയതായി അറിഞ്ഞെത്തിയ ഒരു മുൻ ഭാരവാഹി ഓഫീസിനുള്ളിൽ കയറി ഒരു ചാക്കെടുത്ത് അടുത്തുള്ള പറമ്പിലേക്ക് എറിഞ്ഞിരുന്നു.
ഇത് കണ്ട സമുദായ അംഗങ്ങൾ ചാക്ക് പരിശോധിച്ചപ്പോഴാണ് നിരോധിത ലഹരി വസ്തുക്കളുടെ പാക്കറ്റുകൾ കണ്ടെത്തിയത്. തുടർന്ന് ഇത് പോലീസിന് കൈമാറി. കരയോഗ മന്ദിരത്തിൽ നിന്നും നിരോധിത ലഹരി വസ്തുക്കൾ കണ്ടെത്തിയ സംഭവം ആശങ്കപ്പെടുത്തുന്നതാണെന്നും കരയോഗ മന്ദിരങ്ങളെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിനുമുള്ള കേന്ദ്രമായും ഉപയോഗിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളെ തികഞ്ഞ ജാഗ്രതയോടെ നേരിടുമെന്നും ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ, സെക്രട്ടറി PT അജയൻ നായർ, യൂണിയൻ ഭരണസമിതി അംഗം സുരേഷ് കുമാർ, ചെമ്പകപ്പാറ കരയോഗം വൈസ് പ്രസിഡന്റ് BK ശ്രീനിവാസൻ, സെക്രട്ടറി സുധാകരൻ നായർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് വാട്ടർ അതോറിറ്റി പൊളിച്ചതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് റോഡ് കോൺക്രീറ്റ് ചെയ്തത് കനത്ത മഴയിൽ കോൺക്രീറ്റ് ഒഴുകിപ്പോകാതെ മൂടിയത് കൊക്കോ ഇലകൾ കൊണ്ട്. കരിമ്പൻ കുട്ടപ്പൻ സിറ്റിയിലാണ് വിചിത്ര നടപടികൾ ഉണ്ടായത്. 5 വർഷത്തിലേറെ നീണ്ട ജനകീയ സമരങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ നിർമ്മാണം പൂർത്തിയായ കരിമ്പൻ കുട്ടപ്പൻ സിറ്റി റോഡ് വീണ്ടും വാട്ടർ അതോറിറ്റി പൊളിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് പ്രതിഷേധം ശക്തമായി. പൊതുമുതൽ സംരക്ഷണത്തിൽ അധികൃതർ കാണിച്ച അനാസ്ഥയാണ് വിവാദത്തിന് ഇടയാക്കിയത്. പ്രതിഷേധത്തിനിടെ കനത്ത മഴയിൽ നടത്തിയ കോൺക്രീറ്റ് പ്രവൃത്തികൾ സംരക്ഷിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതിരുന്നതും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ആക്കം കൂട്ടി. വർഷങ്ങളായി ദുരിതയാത്ര അനുഭവിച്ച പ്രദേശവാസികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് വാഴത്തോപ്പ് പഞ്ചായത്ത് 2 മാസം മുൻപ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് സ്ഥാപിക്കുന്നതിനായി നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപേ ആവശ്യമായ സമയം അനുവദിക്കുകയും പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഐറിഷ് റോഡ് പൊളിച്ച് വീണ്ടും പൈപ്പ് സ്ഥാപിക്കുന്നതിനായി ഖനനം നടത്തിയതോടെയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായത്. ഖനനം നടത്തിയ ഭാഗത്ത് വെള്ളം മണ്ണിലേക്കിറങ്ങി റോഡിന്റെയും ഐറിഷ് റോഡിയുടെയും അടിയിലൂടെ ഒഴുകി ഏകദേശം 150 മീറ്ററോളം അകലെയുള്ള ഭാഗത്ത് പുറത്തേക്ക് വരുന്നതായി നാട്ടുകാർ കണ്ടെത്തി. ഇതോടെ റോഡിന്റെ അടിഭാഗം വലിയ തോതിൽ ഒലിച്ചു പോയതായും പല ഭാഗങ്ങളിലും വിള്ളലുകളും താഴ്ചകളും രൂപപ്പെട്ടതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. പുതുതായി നിർമ്മിച്ച റോഡിന്റെ സ്ഥിരത തന്നെ അപകടത്തിലായിരിക്കുകയാണെന്നും മുഴുവൻ ഭാഗവും സാങ്കേതിക പരിശോധനയ്ക്ക് വിധേയമാക്കി പുനർനിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇത് പൊട്ടിച്ചൊരു പൈപ്പിൽ ഇവിടെ അങ്ങനെ പൊട്ടിച്ചപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള അയൽവാസികളെല്ലാം വന്ന് ഇത് പൊട്ടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ പണി പഠിപ്പിക്കരുതെന്ന് പറഞ്ഞ് അവർ നമ്മളോട് ഹറാസ് ചെയ്യും. അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നും പറഞ്ഞ് അതവർ ചെയ്തു വെക്കും. 1 മാസക്കാലം ഇങ്ങനെ തുറന്നു കൊടുക്കുകയും മഴക്കാലം വന്നപ്പം ഈ കാണുന്ന ഈ സംഭവം ജസ്റ്റ് ഇങ്ങോട്ട് കാണിക്കോ, അതിപ്പോൾ ഇന്ന് അവരൊന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഇപ്പം മഴ പെയ്ത സമയത്ത് ഈ വെള്ളം ഇതിനടിയിൽ കൂടെ ഇറങ്ങി ഒരു 150 മീറ്ററോളം താഴെ ഐറിഷ് ചെയ്തതും കോൺക്രീറ്റും ഉൾപ്പെടെ ടാറിങ് ഉൾപ്പെടെ ഒരു 150 മീറ്റർ താഴേക്ക് വെണ്ടി കയറി നിൽക്കുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇതിനൊരു തീരുമാനം എന്താണെങ്കിലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ താഴെ ഒരു ബോംബ് പൊട്ടുന്നൊരു സംഭവമാണ് താഴെ, അതും ജസ്റ്റ് ഒന്ന് കാണണം. അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആയിട്ടുണ്ട്. ഈ വഴി പൂർണ്ണമായിട്ടും നശിച്ച ഒരു സമയത്തെത്തിയിട്ടുണ്ട്. അതെന്നാൽ ഒരു കാരണവശാലും ഞങ്ങൾ ഇവിടെ സമ്മതിക്കില്ല. അത് ഏത് പഞ്ചായത്താണെങ്കിലും എന്ത് വാട്ടർ അതോറിറ്റി ആണെങ്കിലും ഇതിന് തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ സമ്മതിക്കില്ല. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മണ്ണൊലിച്ച ഗർത്തം രൂപപ്പെട്ട ഭാഗം കോൺക്രീറ്റ് ചെയ്ത് മൂടാനുള്ള ശ്രമമാണ് നടന്നത്. എന്നാൽ കനത്ത മഴ പെയ്യുന്നതിനിടെ പോലും കോൺക്രീറ്റ് സംരക്ഷിക്കാൻ ആവശ്യമായ പ്ലാസ്റ്റിക് ഷീറ്റുകളോ മറ്റ് സംവിധാനങ്ങളോ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. മഴയിൽ കോൺക്രീറ്റ് ഒഴുകിപ്പോകാതിരിക്കാൻ അതിഥി തൊഴിലാളികൾ സമീപത്തെ കൊക്കോ മരങ്ങളിൽ നിന്നുള്ള ഇലകൾ ശേഖരിച്ച് മൂടിയ ദൃശ്യങ്ങൾ നാട്ടുകാരിൽ അതൃപ്തി വർദ്ധിപ്പിച്ചു. പിന്നീട് പ്രദേശവാസികൾ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ എത്തിച്ചാണ് കോൺക്രീറ്റ് ചെയ്ത ഭാഗം സംരക്ഷിച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാർ കരാറുകാരുമായി വാക്കേറ്റത്തിലേർപ്പെട്ടു. തുടർന്ന് പൊതുപ്രവർത്തകനായ ഷീൻ ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ കേടുപാടുകൾ സംഭവിച്ച ഭാഗങ്ങൾ പൂർണ്ണമായും പുനർനിർമ്മിച്ച് നൽകാമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധത്തിന് താൽക്കാലിക വിരാമമായത്. പൊതുജനങ്ങളുടെ നികുതി പണം ചെലവഴിച്ച് നിർമ്മിച്ച റോഡുകൾ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവും അശ്രദ്ധയും മൂലം വീണ്ടും നശിപ്പിക്കപ്പെടുന്നത് വികസന പ്രവർത്തനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെട്ട് ശാശ്വത പരിഹാരം ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കമ്പമെട്ടിൽ പള്ളിമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. 5 വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. വാഹനങ്ങളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ചൊവ്വാഴ്ച രാവിലെ 11:30ഓടെയാണ് സംഭവം. കമ്പമെട്ട് സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ പാരിഷ് ഹാളിന് മുൻപിൽ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മരം വീണത്. റോഡിനോട് ചേർന്ന് നിന്നിരുന്ന ആലിനത്തിൽപ്പെട്ട വൻമരം കടപുഴകി വീഴുകയായിരുന്നു. ഒരു ബൊലേറോയ്ക്കും 2 കാറുകൾക്കും 2 സ്കൂട്ടറുകൾക്കും മുകളിലേക്കാണ് മരം പതിച്ചത്. വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ പറ്റി. വിവിധ ആവശ്യങ്ങൾക്കായി ദേവാലയത്തിലെത്തിയ നാട്ടുകാരുടെ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കേരള അഡ്വക്കേറ്റ് ക്ലാർക്സ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ KACA അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. അനുമോദന യോഗം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് സാനു S പണിക്കർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KG സജിമോൻ അധ്യക്ഷത വഹിച്ചു.
കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ KSE അംഗങ്ങളുടെ മക്കളായ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ നിന്നും MSWയിൽ 1ാം റാങ്ക് നേടിയ MK അജയ്, SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു. യോഗം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് സാനു S പണിക്കർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ്സ് ക്ലാസ് വരെ പറയുമ്പോൾ ജുഡീഷ്യറിയുടെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു പാർട്ടാണ്. ഒരു പക്ഷേ അഭിഭാഷക ക്ലർക്സിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നീതി ഒരു പക്ഷേ സമയത്ത് കോടതികൾ പറഞ്ഞാലും കിട്ടണമെന്നില്ല. അപ്പോൾ ജുഡീഷ്യറിയുടെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അഭിഭാഷക ക്ലർക്കുമാർ. ജഡ്ജ് വിധി പറയുകയും ആ കേസ് അഭിഭാഷകൻ ആർഗ്യ ചെയ്തതുകൊണ്ടോ വിധി പറഞ്ഞതുകൊണ്ടോ യഥാസമയം ആ നീതി കിട്ടേണ്ടവർക്ക് കിട്ടണമെന്നില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അഭിഭാഷക ക്ലർക്കുമാർ. അപ്പോൾ അവരുടെ കുട്ടികൾ ജുഡീഷ്യറിയുടെ കുട്ടികൾ തന്നെയാണ്, ജുഡീഷ്യറിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവരെ അനുമോദിക്കാൻ കിട്ടിയ ഒരു അവസരം ജില്ലാ ജഡ്ജ് എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കാണുന്നു. അനുമോദന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് KG സജിമോൻ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് കോർട്ട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M അനിമോൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപു ചന്ദ്രൻ, സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പീറ്റർ V ജോസഫ്, ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എബനേസർ സാമുവൽ, KSA നേതാക്കളായ ശ്രീത്സൻ ജോസഫ്, KM സാബു തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ശ്രീജാമോൾ മാധവൻ നായർ സ്വാഗതവും സുനിത ബിനു നന്ദിയും രേഖപ്പെടുത്തി. അഭിഭാഷകർ, കോടതി ജീവനക്കാർ, അഭിഭാഷക ക്ലർക്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഖേലോ ഇന്ത്യ, സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, കേരള സൈക്ലിംഗ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഇടുക്കി ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ അസ്മിത ഖേലോ ഇന്ത്യ വനിതാ സിറ്റി ലീഗ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമ്മാനദാനവും MLA നിർവഹിച്ചു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഖേലോ ഇന്ത്യ, സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, കേരള സൈക്ലിംഗ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ സംഘടിപ്പിച്ച അസ്മിത ഖേലോ ഇന്ത്യ വനിതാ സിറ്റി ലീഗ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പും റാലിയും അരിക്കുഴയിൽ സമാപിച്ചു. അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്തു. ജൂൺ 3-ാം തീയതിയായിരുന്നു വേൾഡ് സൈക്ലിംഗ് ഡേ. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഇത്രയും വനിതകളെയും യോഗത്തിൽ മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോൺ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം JC ജോണി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി സൈജൻ സ്റ്റീഫൻ, കേരള സ്പോർട്സ് കൗൺസിൽ അംഗം K ശശിധരൻ, ഇടുക്കി ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർലി കുര്യൻ, ഇടുക്കി ജില്ലാ കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി KM സലീം, അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ അനിൽ മിറാണ്ട, നെക്സി ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കേരള സൈക്ലിംഗ് അസോസിയേഷൻ ഭാരവാഹികളായ ചന്ദ്രൻ ചെട്ടിയാർ, N രവീന്ദ്രൻ, സുബേർ ഇളംകുളം, ബിജു ലാൽ തുടങ്ങിയവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രി സ്പോർട്സ് ആയുർവേദ വിഭാഗത്തിലെ ഡോക്ടർ സൗമ്യ MS, ഡോക്ടർ അനുപ്രിയ P മണി, വിഷ്ണു PS തുടങ്ങിയവർ സേവനം നൽകി. അണ്ടർ 16 കാറ്റഗറിയിൽ ആൻവരിയ ബിജു, മിഷേൽ ആൻ കുരുവിള, ഹെവൻട്രിന ലിഖിയ ഷാൻഡോ എന്നിവരും, സീനിയർ വിഭാഗത്തിൽ TR ശ്രീദേവി, ദീപ DR, ലിഖിയ ഷാൻഡോ തോമസ് എന്നിവരും വിജയികളായി. വിജയികൾക്ക് അബു ജോൺ ജോസഫ് MLA സമ്മാനം നൽകി. ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറി AP മുഹമ്മദ് ബഷീർ ചടങ്ങിൽ സ്വാഗതവും KM അസീസ് നന്ദിയും രേഖപ്പെടുത്തി. ഇന്ത്യയിൽ മൊത്തം 200 സിറ്റികളിൽ നടക്കുന്ന മത്സരമാണ് നടക്കുന്നത്. കേരളത്തിൽ 10 സിറ്റികളിൽ നടക്കുന്നു. നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത വയനാട്, മലപ്പുറം, കോഴിക്കോട് തുടങ്ങി പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം കഴിഞ്ഞിട്ട് ഇടുക്കിയിൽ വന്നിരിക്കുന്നു. ഇവിടെ നല്ല രീതിയിൽ പാർട്ടിസിപ്പൻറ്റും അതുപോലെ തന്നെ റാലി, അതിനോടൊപ്പം നടക്കുന്ന ഖേലോ ഇന്ത്യയുടെ റാലി നടക്കുന്നുണ്ട്. അതും
നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ കേരള സൈക്ലിംഗ് അസോസിയേഷനും CFI സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, UCI ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ ഇവിടെ മിക്സ് ചെയ്തുകൊണ്ട് നടത്തുന്ന സായിയും അതിലൊരു പാർട്ടാണ്. തൊടുപുഴ ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ പ്രതിഭകളെ ആദരിച്ചു. ചടങ്ങ് ആരോഗ്യക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ നിഷാദ് അധ്യക്ഷത വഹിച്ചു. കുരിക്കാട് സെന്റ് ജൂഡ് പള്ളി വികാരി ഫാദർ ലിജോ ഓടത്തിങ്കൽ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിന്റെ നേതൃത്വത്തിൽ പ്രതിഭകളെ അനുമോദിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം ആരോഗ്യക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ സുകുമാരൻ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ നിഷാദ് അധ്യക്ഷത വഹിച്ചു. കുരിക്കാട് സെന്റ് ജൂഡ് പള്ളി വികാരി ഫാദർ ലിജോ ഓടത്തിങ്കൽ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC, ICSE, CBSE, +2 പരീക്ഷകളിൽ വിജയം നേടിയ 25 വിദ്യാർത്ഥികളെയും വിവിധ കായിക മത്സരങ്ങളിൽ നേട്ടം കൈവരിച്ച പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു. ഗോവയിൽ നടന്ന 4ാമത് വേൾഡ് മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ബ്രോൺസ് മെഡൽ നേടി നാടിന് അഭിമാനമായി മാറിയ ഡോക്ടർ V. ശ്രീകുമാർ, തായ്ക്കൊണ്ടോ കേരള മത്സരങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ നിരുപമ, സ്കൂൾ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ദേവിക എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കരിമണ്ണൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂരിൽ നടപ്പിലാക്കേണ്ട ചില വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന നിവേദനം ഭാരവാഹികൾ MLAക്ക് കൈമാറി. ചടങ്ങിൽ പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിമണ്ണൂർ വാർഷിക പൊതുയോഗം കരിമണ്ണൂർ വ്യാപാര ഭവനിൽ വെച്ച് നടത്തി. ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. എത്രയേറെ ടൂറിസം സാധ്യതകളുള്ളൊരു മേഖലയാണ് ഈ തൊടുപുഴ. ഈ തൊട്ടടുത്ത് തൊമ്മൻകുത്തിൽ ആളുകൾ വരുന്നു പോകുന്നു, വെള്ളച്ചാട്ടം കാണുന്നു, മറ്റേ ആനയാടി കുത്തിൽ പോകുന്നു, ആനചാടി കുത്തി പോകുന്നു, അവിടെ നിന്ന് വരുന്നു. പക്ഷെ അവിടെ ഇന്നും ഇപ്പോൾ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ചാൽ ഒരു നല്ല ഗസ്റ്റ് ഹൗസ് അവിടെ പണിതാൽ, അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഹോട്ടൽ സമുച്ചയം അവിടെ പണിതാൽ ആളുകളവിടെ വന്ന് താമസിക്കും. ഒരു ബിസിനസ് സ്ഥാപനം അവിടെ വന്നു കഴിഞ്ഞാൽ അതിനോടനുബന്ധമായിട്ട് ആ മേഖല വികസിക്കും. അപ്പം അങ്ങനെയുള്ള പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങളൊക്കെ, സാധ്യതകളുള്ള സ്ഥലങ്ങളൊക്കെ. യൂണിറ്റ് പ്രസിഡന്റ് VJ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ R. രമേശ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് NB ചാക്കോ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വതി മധു എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് സെക്രട്ടറി KM മത്തച്ചൻ റിപ്പോർട്ടും ട്രഷറർ ആസാദ് PA കണക്കും അവതരിപ്പിച്ചു. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടിയ മെഹ്റിൻ ഫാത്തിമ, +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ മിസ്രിയ നസീർ, ജാക്കുലിൻ ജോൺസൺ, പഞ്ചായത്ത് മെമ്പർ ജോസ്മി സോജൻ, സീനിയർ അംഗങ്ങളായ ജോയി പറയന്നിലം, മാത്യു ഉള്ളാട്ടിൽ, മത്തച്ചൻ കുന്നപ്പള്ളി, ജോസഫ് കാഞ്ഞിരത്തുങ്കൽ എന്നിവരെ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ആദരിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളായി VJ ചെറിയാൻ പ്രസിഡന്റ്, സോജൻ ജോസഫ് ജനറൽ സെക്രട്ടറി, ആസാദ് PA ട്രഷറർ, KM മത്തച്ചൻ വൈസ് പ്രസിഡന്റ്, ജ്യോതി ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. കരിമണ്ണൂരിൽ നടപ്പിലാക്കേണ്ട ചില വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന നിവേദനം ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഹൈറേഞ്ച് NSS യൂണിയന്റെ 55-ാം വാർഷിക പൊതുയോഗം 28-ന് മുണ്ടേരിമ പട്ടം കോളനി NSS കരയോഗം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ജില്ലയുടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഹൈറേഞ്ച് NSS യൂണിയന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്ന പ്രമേയങ്ങളും യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ, സെക്രട്ടറി PT അജയൻ നായർ എന്നിവർ അറിയിച്ചു. ഹൈറേഞ്ച് NSS യൂണിയന്റെ 55-ാം വാർഷിക പൊതുയോഗം ഈ മാസം 28-ന് രാവിലെ 10-ന് മുണ്ടേരുമ പട്ടം കോളനി NSS കരയോഗം ഓഡിറ്റോറിയത്തിൽ നടക്കും. യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. യോഗത്തിൽ 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അടുത്ത വർഷം നടപ്പിലാക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. ഹൈറേഞ്ച് NSS യൂണിയന്റെ 55-ാമത് വാർഷിക പൊതുയോഗം ഈ മാസം 28-ാം തീയതി മുണ്ടിയരിമ പട്ടം കോളനി NSS കരയോഗ മന്ദിരത്തിൽ വെച്ച് നടക്കുകയാണ്. അന്ന് ആ യോഗത്തിൽ ഹൈറേഞ്ച് NSS യൂണിയന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ഒക്കെ അവതരിപ്പിക്കും. അടുത്ത ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കും. അതിനുശേഷം അതിനെ തുടർന്നുള്ള ചർച്ചകളുണ്ടാവും. അതിനുശേഷം അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ജില്ലയുടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഹൈറേഞ്ച് NSS യൂണിയന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്ന പ്രമേയങ്ങളും യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ, സെക്രട്ടറി PT അജയൻ നായർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.
പാതിര ഉത്തരവുകൾ പുറപ്പെടുവിച്ച് റവന്യൂ ജീവനക്കാരെ തലങ്ങും വിലങ്ങും മാനദണ്ഡവിരുദ്ധമായി സ്ഥലം മാറ്റുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിലിന്റെയും കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ റവന്യൂ ജീവനക്കാർ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കമ്മീഷണറേറ്റ് പടിക്കൽ ചേർന്ന പ്രതിഷേധ ധർണ ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി എസ് സജീവ് ഉദ്ഘാടനം ചെയ്തു. KRDSA സംസ്ഥാന പ്രസിഡന്റ് SKM ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയായ മെയ് 4 വൈകിട്ട് മുതൽ നൂറുകണക്കിന് റവന്യൂ ജീവനക്കാരെയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജില്ലകൾ തോറും സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ഉത്തരവുകൾ തയ്യാറാക്കി പുറപ്പെടുവിക്കുകയും പുലർച്ചെ തന്നെ ജീവനക്കാരെ ഓഫീസുകളിൽ നിന്നും വിടുതൽ ചെയ്യുകയും ചെയ്തുകൊണ്ട് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് സ്ഥലം മാറ്റങ്ങൾ നടത്തുന്നത്. ഭൂരിപക്ഷം ഉത്തരവുകളും കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ റദ്ദാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കുവാൻ ജോയിന്റ് കൌൺസിൽ നേതൃത്വത്തിൽ ജില്ലകൾ തോറും വലിയ പ്രതിഷേധമാണ് നടത്തിവന്നത്. അതിന്റെ തുടർച്ചയായാണ് റവന്യൂ വകുപ്പ് ആസ്ഥാനമായ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് കമ്മീഷണറേറ്റ് പടിക്കൽ ചേർന്ന പ്രതിഷേധ ധർണ ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി S സജീവ് ഉദ്ഘാടനം ചെയ്തു. എനിക്കറിയാവുന്നത് 2011 മുതൽ 16 വരെ സ്ഥലം മാറ്റങ്ങൾക്ക് ലേലം വിളി നടത്തി സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങുന്ന കുറെ ദല്ലാളന്മാരുണ്ടായിരുന്നു. ആ ദല്ലാളന്മാരെ തട്ടി സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അതിന് മാറ്റം കൊണ്ടുവരണമെന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ആഗ്രഹിച്ചതിന്റെ ഫലം കൂടെയാണ് ആ UDF സർക്കാർ പുറത്തുപോയത്. 2013 പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയതിന്റെ പാപഭാരവും കൂടെ ആ സർക്കാരിന്റെ തലയിലുണ്ടായിരുന്നു. 2013 പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുമ്പോ അതിന് ചൂട്ടുപിടിച്ചു കൊടുത്തതിന്റെ പേരിൽ മെമ്പർഷിപ്പ് കിട്ടാതെ വലഞ്ഞ NGO അസോസിയേഷൻ ഇപ്പൊ എന്താ വിചാരിച്ചിരിക്കണേ? ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റി പീഡിപ്പിച്ചാൽ അവരെല്ലാം നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്തുകൊള്ളും എന്നാണോ? നിങ്ങൾക്ക് കുറെ കൈക്കൂലിക്കാരെ ചിലപ്പോ കിട്ടും. അത്തരം ആളുകൾ മാളത്തിലൊളിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിലേക്കുമ്പോ ആദ്യമെടുത്ത തീരുമാനം കേരളത്തിലെ സർക്കാർ സർവീസിൽ സ്ഥലം മാറ്റങ്ങൾ സുതാര്യമായി സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഡിജിറ്റലായി നടത്തുക എന്നതാണ്. KRDSA സംസ്ഥാന പ്രസിഡന്റ് SKM ബഷീർ അധ്യക്ഷത വഹിച്ചു. KRDSA ജനറൽ സെക്രട്ടറി ഹരിദാസ് ഇറവങ്കര സ്വാഗതം ആശംസിച്ചു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ട്രഷറർ MS സുഗീതകുമാരി, KRDSA സംസ്ഥാന സെക്രട്ടറി SP സുമോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് റവന്യൂ ജീവനക്കാർ അണിനിരുന്ന പ്രതിഷേധ മാർച്ച് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചിന്നക്കനാലിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും കാട്ടാനകളെയും മറ്റു വന്യജീവികളെയും പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്നും തോട്ടം തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും നാട്ടുകാരുടെയും സ്വൈര്യജീവിതം ഉറപ്പാക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. ഇന്നലെ രാവിലെ ചിന്നക്കനാലിൽ മാരിയുടെ മേൽ കാട്ടാന നടത്തിയ ആക്രമണത്തിലെ മരണമടക്കം 2 ആഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 5 പേർക്ക് മരണം സംഭവിച്ചു. മറ്റ് നിരവധി പേർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ അപര്യാപ്തമാണ്. ചിന്നക്കനാലിൽ മരണപ്പെട്ട മാരിയുടെ കുട്ടികളെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നും ആശ്രിതർക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും മാത്യു വർഗീസ് ആവശ്യപ്പെട്ടു. ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ മാരി എന്നു പേരായ ഒരു പാവം സ്ത്രീ മരണപ്പെടുകയും അവരുടെ പുത്രന് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. ചിന്നക്കനാൽ പഞ്ചായത്തും പരിസര പ്രദേശങ്ങളും വനമാക്കി മാറ്റാൻ വേണ്ടി നിഗൂഢമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഫോറസ്റ്റ് അധികാരികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള കാട്ടാന കൂട്ടത്തെയും മറ്റു വന്യജീവികളെയും എത്രയും വേഗം അവിടെ നിന്ന് തുരത്താനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം എന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭയ്ക്ക് ഗവൺമെൻറ്റിനോടുള്ള അഭ്യർത്ഥന. കേരളത്തിൻ്റെ വിസ്തൃതമായ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഫോറസ്റ്റ് അധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഗൂഢ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വന്യജീവികൾ ജനവാസ മേഖലയിൽ കടന്നു വരുന്നതും മനുഷ്യരെ കൊല്ലുന്നതും കൃഷിദേഹങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നത്. പുതിയ ഗവൺമെൻറ്റാണ്, പുതിയ മന്ത്രിയാണ്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 5 ആളുകളാണ് കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്താകെ നിരവധി ആളുകൾക്ക് ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ വന്യജീവി ആക്രമണത്തിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. വന്യജീവി
ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് അവസാനിപ്പിക്കാൻ ജനവാസ മേഖലയിൽ നിന്ന് ഇവയെ തുരത്താനുള്ള നടപടിയാണ് പുതിയ ഗവൺമെൻറ്റും പുതിയ മന്ത്രിയും സ്വീകരിക്കേണ്ടത്. മരിച്ച മാരിയുടെ കുട്ടികളെ ഗവൺമെൻറ് ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ ആശ്രിതർക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുകയും വേണം. കേരളത്തിൻ്റെ ജനവാസ മേഖലയിൽ നിന്നും വന്യജീവികളെ എത്രയും വേഗം തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭയ്ക്ക് വേണ്ടി ഗവൺമെന്റിനോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KTGA തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫിനെ ആദരിച്ചു. മലങ്കര ഡാമിൽ ഷട്ടറിന്റെ പണി നടക്കുന്നതിനാൽ നിരവധി പഞ്ചായത്തുകളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്ന് മെമ്പർമാർ അറിയിച്ചു. ഹൈറേഞ്ച് NSS യൂണിയന് കീഴിലുള്ള ചെമ്പകപ്പാറ കരയോഗ മന്ദിരത്തിൽ നിരോധിത ലഹരി വസ്തുക്കൾ സൂക്ഷിച്ച വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിർമ്മാണം പൂർത്തിയായ റോഡ് വാട്ടർ അതോറിറ്റി പൊളിച്ചതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് റോഡ് കോൺക്രീറ്റ് ചെയ്തത് കനത്ത മഴയിൽ. ഇടുക്കി ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അസ്മിത ഖേലോ ഇന്ത്യ വനിതാ സിറ്റി ലീഗ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.